ഹലോ സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മീൻ ഫ്രൈ നമുക്കൊരു പുഞ്ചമീൻ കിട്ടിയിട്ടുണ്ട്. നമ്മളത് കുറച്ച് പുഞ്ചമീൻ കിട്ടിയായിരുന്നു. അപ്പം പുഞ്ചമീനിൻ്റെ കിട്ടിയ മീനിൻ്റെ പേര് പള്ളത്തി എന്നാണ്. ഞങ്ങളിവിടെ പറയുന്ന പള്ളത്തി എന്നാണ്, പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കുമല്ലോ പറയുന്നത്. അപ്പം അവിടേക്കുള്ള മീനിൻ്റെ പേര് എന്തൊക്കെയാണെന്ന് വെക്കുന്നത് താഴെ കമൻറ്റ് ചെയ്യണമല്ലേ. നമുക്ക് പേരറിയണ്ടേ എന്തൊക്കെയാണ് ഇതിൻ്റെ പേരെന്നൊക്കെ. ഇത് മാത്രമല്ല വേറെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? കോലാന്നൊക്കെ പറഞ്ഞ മീൻ കിട്ടിയിട്ടുണ്ട്. ഇല്ല, തല ഇങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലം. പക്ഷെ അതിന് പേരില്ല. ഞാൻ പറഞ്ഞത് പള്ളത്തി മാത്രം എടുത്തിട്ട് വറക്കാലോ എന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ മീന് പള്ളത്തി അല്ലേ. പക്ഷെ പല സ്ഥലത്തു നിന്നായിരിക്കും ആൾക്കാരൊക്കെ ഇത് കാണുന്നത്. അപ്പോൾ അവരൊക്കെ പേരെന്തുവാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. കണ്ടില്ല, ഇതാണ് നമ്മൾ ഇന്ന് മറക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ അതാണ്. അതെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും കണ്ടല്ലോ, നമുക്ക് മീൻ വെട്ടാം. വെട്ടിത്തിറങ്ങേണ്ട കഴിവ് നല്ലതാണ്. ഫ്രൈ ഞാൻ ചെയ്യണം, ഞാൻ ചെയ്യാം. മത്സരം ഭയങ്കര പാടായിട്ട് മീൻ വെട്ടാൻ. അമ്മയാണ് വീട്ടിൽ മീൻ വെട്ടുന്നത്. അമ്മയ്ക്ക് കൊടുത്ത പ്രാങ്ക് എല്ലാവരും കണ്ടല്ലോ. പക്ഷെ അതിന് കമന്റ് അങ്ങ് ഓഫ് ആയിപ്പോയല്ലേ. നമ്മൾ ഓഫാക്കി ഒന്നും അല്ല. ചില വീഡിയോയിൽ അങ്ങനെ കമന്റ് ഓഫ്. കഥ കൊണ്ട് വെട്ടുന്ന എനിക്ക് ബാലൻസ് ഇച്ചാത്തിയാണ് എനിക്കിഷ്ടം. അതെ, തല എല്ലാ മീനിൻ്റെയും തലയില്ല. പക്ഷെ ഇവ തലയൊന്നും അന്യകേഴി. എനിക്ക് പേടിയാണ്. മാറ്റമ്മ കഥ എടുക്കാം. ചെറിയ നോക്കോ. പെട്ടെന്നിട്ട് അത് മിഷീനൊന്നുമല്ല, ഇച്ചിരി പപ്പട. ഓ, കരിമീൻ. പണ്ട് തോട്ടിയില്ല കുറച്ച് മീൻ പിടിച്ചായിരുന്നു. നമ്മള് നേരത്തെ ഇതുപോലെ തന്നെ വെള്ളം കുറഞ്ഞ സമയത്ത് നമ്മളിവിടെ അടുത്തൊരു തോടുണ്ട്. അവിടെ കനാല് തുറന്നു വിട്ട സമയം ഞാനും സച്ചും കൂടെ പോയി കുറേ മീനെ. അന്ന് സിലോപ്പിയുണ്ട്. അത് ഏതോ കുളത്തിൽ നിന്ന് എല്ലാം ചാടിയ അങ്ങനെ നല്ലതായിരിക്കും. കുറേ ഉണ്ടായിരുന്നു. അത് വലുതായിരുന്നു. അതിന് കുറേ കിട്ടി. അത് നല്ല ഇതായിട്ടുണ്ട്. അതിനകത്ത് കണ്ടെത്തി അന്ന് വെള്ളം കയറിയിട്ട് കുറഞ്ഞ സമയമാണ്. നല്ല മറ്റേ വലുത്. അതെല്ലാവർക്കും സിലോപ്പി എല്ലാവരും മറക്കുന്ന കാര്യമാണ്. പല പേരല്ലേ. അതുണ്ടായത്. അത് കുറേ ഉണ്ട്. അത് എത്ര ദിവസം കുറേ ദിവസം ഞങ്ങൾ ഓരോ ദിവസം പോയി ഇടയ്ക്കിടയ്ക്ക് അത് പോയി പിടിക്കുന്നുണ്ടായിരുന്നു. പിടിക്കാൻ ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ. അത് കുറേ ദിവസം അത് ആ മീൻ തന്നെ വറുത്തൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. വെറൈറ്റി എല്ലാം പുറത്തുള്ള പാല്. നാളെ ക്രിസ്മസ് അല്ലേ. നാളെ ക്രിസ്മസ്. ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ നിന്ന് അടിപൊളി. കേക്ക് ദിൽച്ചേട്ടനെ വിളിക്കാൻ. ദിൽച്ചേട്ടൻ പാടാട്ടോ ഇതൊക്കെ. അമ്മമ്മയൊക്കെ പടപടാന്ന് പറ്റും.
നോക്കി വിട്ടേ. ചെറുത് പിന്നെ അവസാനം വെട്ടം വരുന്ന കൈ കയറി ഞങ്ങൾ വിട്ടു. അത് എല്ലാം ചെറുതൊന്നും നോക്കുന്നു. ഇപ്പൊ ഇത്രയും വെട്ടി വരുമ്പോൾ ഇത്രയും കാണും. ഓ ശരിയാണ്. മറ്റേ ചെറിയ മീനുണ്ടായോ അത് വെട്ടാൻ എന്താ പാടല്ലേ? അത് വെട്ടിയാലും അത് വെട്ടിയാലും കാണത്തുമില്ല. പറഞ്ഞതാണ് നല്ല ടേസ്റ്റുള്ള സാധനം. അത് ഇവിടെ ഇരിപ്പുണ്ടല്ലേ? അത് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. കോലാനുണ്ട്, അതുകൊണ്ട് ഇല്ല അങ്ങ് അപ്പുറത്താണ്. ക്യാമറയുടെ ഉണ്ട്. അല്ലെങ്കിൽ ഇവൻ കാണിച്ചാൽ മതിയായിരിക്കും അല്ലേ? ക്യാമറയുടെ ഉണ്ട്. അല്ലെങ്കിൽ ഇവൻ കാണിച്ചാൽ മതിയായിരിക്കും അല്ലേ? ഇങ്ങോട്ട് നീ ഈ തല നീണ്ടിരിക്കുന്ന സാധനം വെട്ടാൻ പേടിയാണ്. എനിക്ക് പേടിയത് പരളൊക്കെ ഉണ്ടല്ലേ? പരള് അങ്ങനെ കാണിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു. പരളുണ്ട്, അതൊക്കെ വെട്ടാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വെട്ടാനും വയ്യ. ബാക്കിയെല്ലാം ഉണ്ട്. ഈ കോലാണ്. ഇതാണ് സാധനം. ഇത് നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് വെട്ടാൻ വയ്യ. കാണാൻ മഴ ഇനി മെട്ട് നല്ല പൂച്ചകളൊക്കെ അവിടെ അപ്പുറത്ത് ഇപ്പുറത്തേക്കിങ്ങനെ കരയും. ഇവിടേക്കകത്ത് കേക്കായിരിക്കും. മീൻ വെട്ടുമ്പോൾ എവിടെയൊക്കെ ചൊറിയ അവിടെയൊക്കെ ചൊറിച്ച് തരും. അതായത് പണ്ട് തൊട്ട് എല്ലാവരും പറയുന്നതല്ലേ, ഈ വെട്ടുമ്പോൾ നമ്മുടെ മൂക്ക്, കണ്ണ് ഒക്കെ ചൊറിയും. എനിക്ക് കുഞ്ചമീനിലെ ഏറ്റവും ഇഷ്ടമുള്ള മീനൊക്കെ ഇത് ഓരോ ആ കാട്ടിനിടയ്ക്ക് ആ ഈ ഇല കാടൊക്കെ പായലൊക്കെ നിൽക്കത്തില്ല, അതിനിടയ്ക്ക് കയറി ഇരിക്കും. നമ്മളന്ന് അവിടെ നിന്നപ്പോഴേ മറ്റേ ആ തോണ്ട സൈഡിൽ ഇങ്ങനെ ഒരു കയറ് തേച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ മേപ്പോട്ട് നോക്കിയപ്പോൾ അതിനിടയ്ക്ക് എല്ലാം ഇരിക്കും. കളവാണ്. സച്ചു ഒന്നും വീഡിയോയിലില്ല. സച്ചു കളിക്കാൻ കളിച്ചാണ്. ഫുട്ബോൾ ഇടവന്നെയാണ് വെട്ടുന്നത്. അപ്പോൾ അന്ന് നമ്മൾ തോട്ടിൽ പിടിച്ചന്ന് ഇതുമാത്രം ഇത് നിൽക്കുന്നു. അന്ന് ഞാൻ ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നല്ലേ, തന്നെ ഇരുന്ന് ഞാൻ വെക്കും ഇടയ്ക്ക്. അത് അടുപ്പിച്ച് 3-4 ദിവസം കുഞ്ചമീൻ മാറും ഇവിടെ മറക്കും. അത് ഓർത്ത് അതിൻ്റെ നമ്മൾ വയ്ക്കുന്നു. അല്ലാതെ കുഞ്ചിനൊക്കെ നല്ല വിൽക്കാൻ നല്ല പൈസ. ഇത് വിൽക്കുന്ന മാപ്പിളമാരാണ്. അല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഇവരല്ലേ? ചേട്ടൻ വിൽക്കുന്നത്
തീർന്നു. ഇറങ്ങിയല്ലേ ഉറങ്ങും. കുടിച്ച് കഴിയാണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടില്ലേ ഇറങ്ങിയില്ല പറഞ്ഞാൽ നമുക്ക് ചില അമ്മമാർക്ക് ഭയങ്കര സ്പീഡിലാണ് വെള്ളം വെട്ടി വെട്ടിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് കത്രികയും വെട്ടിയിരിക്കുന്നൊക്കെ. ഇവിടെ അമ്മയും കത്രികയും ശരിക്കാണ് ഇപ്പോൾ ചെറുമ്പിലൊക്കെ അന്ന് ഗ്ലാസ് ചാലഞ്ച് വെച്ചാൽ ഇരുട്ടാകായിരുന്നു. അതിന് ഭയങ്കര സാറിന് പറ്റും. കുറേ ഉണ്ട്. 2 ഇടം വെട്ടിയൊക്കെ വെട്ടി അത്രയുണ്ട്. കോരാൻ വിട്ടാൽ കോരാൻ ഭയങ്കര വെട്ടപ്പെടാതെ ആ ചുണ്ടും കട്ടി കളഞ്ഞു. അതങ്ങനെ നീളത്തിൽ തന്നെയാണ് വറക്കുന്നത് അതോ മുറിച്ചിടുവോ? കടയിൽ തന്നെ കൊടുക്കാമോ അറിയുന്നു ചിലപ്പോൾ പറ്റി. വെട്ടാൻ എല്ലാവർക്കും മടിയാണ്. വറുത്തെടുത്ത് എല്ലാവരും പോകുന്നത് എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും. നമ്മൾ അടുപ്പൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. അടുപ്പ് കൂടെ കാണിക്കാം. അടുപ്പൊന്നും കൂട്ടിയിട്ടൊന്നും അടുപ്പം ചുള്ളിയൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെക്കാം. ഉറങ്ങാൻ വേണ്ടി കിടന്ന് ഞങ്ങൾ അവനാ ബുക്ക് ചെയ്യുന്ന വെച്ചിട്ട് മീൻ വറക്കുന്നത്. പിന്നെ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും അല്ലേ. നമുക്ക് ശിവരാത്രി ഓണമൊക്കെ നമ്മൾ തൊട്ടിപ്പുറത്ത് വീട്ടിൽ 2 ആൾക്കാരും ക്രിസ്ത്യൻസ്. ഭയങ്കര കഴിഞ്ഞു. ഇതിനകത്ത് മീൻ വെട്ടുന്ന വീഡിയോ കുറച്ച് സ്പീഡാണ്. എത്ര നേരം വെട്ടുവാണെങ്കിൽ എന്തായാലും അത് ഓടിച്ചു വിട്ടു. കാത്തു വരുന്ന കേൾക്കുമ്പോൾ കുഞ്ഞു വരുന്നത് തോന്നല്. ഇപ്പൊ ഞാൻ അതിനെ കൂട്ടാൻ കിട്ടുന്നുണ്ട് അല്ലേ? 3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കിട്ടിയിട്ടുണ്ടല്ലേ ഇപ്പൊ ഇത് എല്ലാം കാറ്റ് ഭയങ്കര പൊരിച്ച മീൻ പൊരിച്ച.
ഓപ്പറേഷൻ കഴിഞ്ഞു ഇന്നാൾ തന്നെ അടിക്കാണ്ട് പോയി നോക്കില്ല എന്നാ എവിടെ ആയിരുന്നു ഈ പനിയായപ്പോഴല്ലേ ഞാൻ അങ്ങനെ അത് ഉപ്പും മധുരം ഒന്നും ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും അല്ലേ നമുക്ക് ശിവരാത്രി ഓണമൊക്കെ നമ്മൾ തൊട്ടിപ്പുറത്ത് വീട്ടിൽ 2 ആൾക്കാരും ക്രിസ്ത്യൻസ് ഭയങ്കര കഴിഞ്ഞു ഇതിനകത്ത് മീൻ വെട്ടുന്ന വീഡിയോ കുറച്ച് സ്പീഡാണ് എത്ര നേരം വെട്ടുവാണെങ്കിൽ അത് തന്നെ എന്തായാലും അത് ഓടിച്ചു വിട്ടു കാത്തു വരുന്ന കേൾക്കുമ്പോൾ കുഞ്ഞു വരുന്നത് തോന്നല് ഇപ്പൊ ഞാൻ രണ്ടല്ല 3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ കാത്ത് ഭയങ്കര പൊരിച്ച മീൻ പൊരിച്ച മീനൊക്കെ ഏകദേശം കയ്യാറായി കഴിഞ്ഞു ഒരു പരിവായി നമ്മൾ കുറച്ച് വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ മൊത്തവും വീഡിയോ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ യാതൊന്നും തീർത്തില്ല അത് വെറൈറ്റി അരിമീനല്ലേ അതന്നെ കുഞ്ഞ ഇനി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറക്കാനുള്ള പരിപാടിയിലേക്ക്. അതെ അടുപ്പൊക്കെ കൂട്ടി കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ അടുപ്പും കൂട്ടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുപ്പൊക്കെ കൂട്ടി ഇനി ജീൻസിലേക്ക് വെച്ച് റെഡി ആക്കണം. ഇനി വെട്ടി ഇതൊന്ന് വൃത്തിയാക്കണ്ടേ, ക്ലീൻ ചെയ്യണം. നമുക്ക് ബാക്കി അപ്പം കാണാം. അപ്പം നമ്മൾ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ്. നമ്മളിനി മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനോടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ നമുക്ക് കാണാം. അപ്പം നമ്മൾ വേണ്ടേ മീനെല്ലാം വെട്ടി റെഡിയാക്കി കണ്ടില്ലേ. മീൻ ഇത്രയേ ഉള്ളൂ വെട്ടിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ മീൻ വറക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അരച്ച് വെച്ചിട്ടുണ്ട്, കുരുമുളക് പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ കറിവേപ്പില ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില എല്ലാം വറുത്ത് കഴിഞ്ഞ് നമ്മൾ എണ്ണയ്ക്കകത്തല്ലേ വറുത്തിട്ട് നമ്മൾ സെറ്റാക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ വേണ്ട മീൻ ഫ്രൈയിലേക്ക് പോവാണ്. ഉള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം, കൂട്ടാം. അപ്പം അതിനുവേണ്ടി ഞാനിപ്പം ഈ ഒരു ബൗളിനകത്ത് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കുറച്ച് മീനല്ലേ ഉള്ളൂ, അപ്പോൾ അതിനുള്ള മുളക് പൊടി എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് 3 ഇടാം. നമ്മൾ മുളക്
ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയോടെ നമുക്ക് ആഡ്. പിന്നെ കുരുമുളക് ആവശ്യത്തിന് ഇട്ടാൽ മതി. എരി കൂട്ടാത്ത ആൾക്കാരൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഉപ്പിടാം. ഇപ്പം ആവശ്യത്തിന് ഇട്ടാൽ കേട്ടോ, കൂടുകയോ കുറയോ ഒന്നും അറിയത്തില്ല. എന്നാലും നമ്മൾ കൂടുതലും കുറഞ്ഞാലും സഹിച്ചോളാം. അപ്പം നമുക്ക് പരത്താം. നീ ഉള്ളപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നീ ഇല്ല വെട്ടിയെന്നപ്പോൾ ഇച്ചിരി ഉള്ളല്ലേ. നല്ലപോലെ ഇത് പരത്തിയിട്ടൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ആ ഒരു ഇത് പിടിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലപോലെ ഇതിനകത്തെല്ലാം പിടിക്കണം. കൈയെല്ലാം പോകുന്നൊരു പരിവ്. ഇത് നമുക്കിനി 10-15 മിനിറ്റ് നമുക്കിതൊന്ന് കുറച്ച് നേരം ഇത് പിടിക്കാൻ വേണ്ടി നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ ചട്ടിയൊക്കെ നല്ല സൂപ്പറായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടിയാണ്. നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കാം. അപ്പം നമ്മൾ നമ്മുടെ മീൻ നമുക്ക് എണ്ണയിലേക്ക് നല്ല ചൂടിറങ്ങിയിട്ടിരിക്കുകയാണ്. നമുക്ക് എൻ്റെ അമ്മച്ചി എനിക്ക് പേടി. ഓരോന്നായിട്ട് ഇടാൻ പറ്റത്തില്ല അല്ലേ അടി ചെതറി. മുളക് എല്ലാം അവിടെ പേടിപ്പിക്കുന്നുണ്ട്. തിളക്കട്ടെ അങ്ങോട്ട്. നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി മാറ്റി വേണം. മറത്തങ്ങോട്ട് കോരങ്ങോട്ട്. നമുക്ക് അടച്ചു വെക്കണം. നമുക്ക് അപ്പത്തേക്ക് അടച്ചു വെക്കാം. മീനൊക്കെ അടപ്പൊക്കെ അടച്ച് റെഡിയാക്കി വെച്ചേക്കുവാണ്. തീ ഇരിക്കട്ടെ. ഒരക്കാൽ നമ്മൾ കടിച്ച് കുറച്ച് തീ മതി. നമ്മുടെ മീനൊന്ന് ഓക്കെ നോക്കിക്കോ. ഭയങ്കര ചൂടാ. ഇപ്പം എല്ലാം വേറെ വേറെ ആയില്ലേടി. അന്നേരം ചൂടൊന്ന് സെറ്റ് ആവണല്ലേ. അതെ 5 മിനിറ്റ്സ് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. അടിക്ക് പിടിക്കുമെന്നല്ല, സെറ്റ് ചെയ്യാൻ ആയിട്ട് കഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞു പോകും. ഓക്കെ, അപ്പം നമ്മുടെ മീനാണ്ടേ ഫ്രൈ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പം നമ്മൾ കറിവേപ്പില കൊണ്ട് നമ്മൾ എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മണ്ണയ്ക്ക് ജസ്റ്റ് നമ്മളൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. ടെസ്റ്റ് ചെയ്യണം. പിന്നെ അല്ല തന്നെ അല്ല സൗണ്ട് നമ്മുടെ അമ്പലത്തിലെ ഘോഷയാത്ര ഇതൊരു വരുന്നുണ്ട്, താലപ്പൊലി വരുന്നുണ്ട് നമ്മുടെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കും. അതോടെ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് നല്ലതായിട്ട് കേൾക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു. ഭയങ്കര കൈ എന്തുമാത്രം പൊള്ളി. ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. കൊള്ളാം. നല്ല സാധനം ലേശം ഉപ്പ് കൂടിയിട്ടുണ്ട്. ശകലം ഉപ്പ് കൂടിയിട്ടുണ്ട്. എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഉപ്പ് അധികം കൂട്ടത്തില്ല. അപ്പം മീൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. സൂപ്പറായിരുന്നു. മീൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. മീൻ ഫ്രൈ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നാലും ഞങ്ങൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും